യാത്രാ സൗകര്യമില്ലാതെ കോഴിക്കോട് കല്ലൂട്ടുകുന്ന് അംബേദ്കർ ആദിവാസി ഉന്നതി 300 മീറ്റർ ചുമന്നാണ് രോഗി ആശുപത്രിയിൽ എത്തിച്ചത്. 16 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. മിഥില ബാലൻ വിശദാംശങ്ങളുമായി ചേർന്നു. മിഥില, ഒന്ന് അങ്ങോട്ടോ പോകണമെങ്കിൽ ഏറെ ബുദ്ധിമുട്ടാണ്, പെടാപ്പാടാണ്. ആ ദൃശ്യങ്ങൾ അത്രത്തോളം അവരുടെ കഷ്ടപ്പാട് കൂടി വിവരിക്കുന്ന നേർസാക്ഷ്യപ്പെടുത്തലാണ്. എന്താണ് വിവരം? അവിടെ ഇതിനൊരു പരിഹാരമായിട്ടില്ലേ? പരിഹാരം ആവശ്യം എന്താണ്? ഇതിനോട് അധികൃതരുടെ പ്രതികരണം എങ്ങനെയാണ്? വിവരങ്ങൾ. സുഹൈലെ, കല്ലോട്ടുകുന്ന് ആദിവാസി ഉന്നതിയിൽ നിന്നുള്ള കാഴ്ചയാണ്. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് ആ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. 300 മീറ്ററോളം ചുമന്നാണ് രോഗികളെ, ഇത് ഇവർ കാലാകാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. 300 മീറ്ററോളം ചുമന്നാണ് രോഗിയെ താഴെ റോഡിലെത്തിക്കുന്നത്. ആ റോഡിലെത്തിക്കുന്നതിന് ശേഷം വീണ്ടും ആശുപത്രിയിൽ എത്തിക്കണം. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ചികിത്സ തന്നെ ഈ രോഗികൾക്ക് കൃത്യസമയത്ത് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഉന്നതിയുടെ വികസനത്തിനായി 1.25 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉന്നതിയുടെ വികസനം ആവശ്യപ്പെട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ ഉന്നതിയുടെ വികസനത്തിനായി ഈ അനുവദിച്ച തുക എന്ത് ചെയ്തു, അല്ലെങ്കിൽ അത് കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോയോ എന്നതുൾപ്പെടെ നിരവധി ചോദ്യങ്ങളാണ് ആ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഉന്നതിയിൽ നിന്നുള്ള ആളുകൾ ചോദിക്കുന്നത്. 16 കുടുംബങ്ങളാണ് ആ ഉന്നതിയിലുള്ളത്. നമുക്കറിയാം, ചുമന്ന ഒരാളെ താഴോട്ട് ഇറക്കുന്നത് നിരപ്പായ ഒരു സ്ഥലത്തു കൂടിയല്ല, ചെങ്കുത്തായ ഒരു പ്രദേശമാണിത്. പാറക്കല്ലുകൾ നിറഞ്ഞൊരു സ്ഥലമാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ആ രോഗിയെ ഇത്തരത്തിൽ 300 മീറ്ററോളം ചുമന്ന് താഴെ എത്തിക്കുന്നത് എന്നത്. എന്തു തന്നെയാലും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് അവിടുത്തുകാർ പോകും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഉന്നതിയുടെ വികസനത്തിനായി അനുവദിച്ച തുക ചെലവഴിക്കണം എന്നതാണ് ആവശ്യം. സുഹേൽ.